പൂക്കളി കാണും നേരം. നാളെ പരിപാടി എന്തെന്നാ വിഷു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇല്ല പൈസയും കളയാൻ വേണ്ടി പോവാതെ. വെടിക്കൽ ഭയങ്കര പൈസ ആണല്ലേ. ചോദിക്കാണ്ട. നീ വന്നടാ. ഞാൻ മുണ്ടേച്ച് തായിടാ. നീ ഒരു കാര്യം ചെയ്യടാ. എടാ നാളെ കുടികൊണ്ട വീടാന്ന് ഒരുപാട് പണി ബാക്കിനത്രേ. ഇത് വിഷുവിന്റെ സാധനമാണെന്നടാ. ഒന്ന് നീ പോന്ന ഈ കോളേമ കൊടുക്കുക. വെടിയെല്ലാം കൊറേ ഉണ്ടല്ലോ അല്ലേ. വിഷു അല്ലടാ. ചോദിച്ചേട്ടാ കാര്യം നമ്മളെ വീട്ടിനൊക്കെ പുതിയായിട്ട് വന്ന ചെക്കനാന്ന്. നല്ല ബഹുമാനിലെ ചെക്കനാണ്. എന്തിനാ പേടി പഠിച്ചിട്ടേ? നിന്റെ മുഖം എന്താ കറന്നു? വിഷുവിന് ഷോപ്പിന് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോയിട്ടില്ല. കണി വെക്കാനായിട്ട് ഒരൊറ്റ സാധനമില്ല. 24 മണിക്കൂറും പണിന്ന് പറഞ്ഞാൽ നടന്നാൽ മതിയല്ല. നീ എന്തെന്നേ പറയുന്നത്? എടാ ഞാൻ സാധനം ദീപേഷിനെ കൊടുത്തയച്ചല്ലേ. ഏത് ദീപേഷ്? സാധനം മേടിക്കാണ്ട് വന്നിട്ട് ഒരാളെ പെരടി കിട്ടാ മതി. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ദീപേഷിനെ വിളിച്ചരാം. ലൗഡിൽ തന്നെ വിളിക്കാം. കേക്ക്. എടാ ഞാൻ മേടിച്ചെന്ന വിഷുവിന്റെ സാധനം നീ നിന്റെ വീട്ടിൽ കൊണ്ടാന്ന്. നിങ്ങെന്ത് വർത്താനം സുജേഷേട്ടാ പറയുന്നത്? എന്തത്? ആ ക്ലബിന്റെ അപ്പുറത്തെ 3ാമത്തെ വീടല്ലേ? നിങ്ങ ഈനിടക്ക് നിങ്ങൾ രണ്ടാളും ഡ്രസ്സെല്ലാം എടുത്തിട്ട് നല്ല കുണുങ്ങിക്കൊണ്ട് വരുന്നുണ്ടായിട്ടേ. എന്നാ അവരുടെ പേര് ഞാൻ ചോദിക്കാൻ പറ്റും. എന്നാ അവരുടെ പേര്? ശ്രീദേവി. ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊടുത്തിന് സുരേഷേട്ടാ. ഓന് വീട് മാറിപ്പോയി എന്നാ തോന്നുന്നു. ഹാപ്പി വിഷു. അച്ഛ മാലപ്പടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് മോളെ. ഇപ്പൊ പൊട്ടും.